ഹായ് ഓൾ അസ്സാം വലൈക്കും. വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ കുഞ്ഞ് ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്കാക്കി ഓളെന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള മസാല ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, നല്ല മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണെങ്കിലും എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണിന് താഴെയായിട്ട് പെരുംജീരകമാണ്. കൊത്തിയരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഒരുപാട് കട്ടിക്ക് കലക്കാതെ അത്യാവശ്യം ലൂസായിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഞാൻ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 300 ഗ്രാം തൂക്കം വരുന്ന ആവോലി മീനാണ്. ആവോലി മീനിൽ നല്ല എല്ലാ ഫിഷിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ആവോലി മീനാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഞാൻ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അത്യാവശ്യം വലിയ മീനൊക്കെ ആണെങ്കിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കണേ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കൈപ്പിടി നിറയെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10-12 ചുവന്നുള്ളി ഉണ്ടാവും. ഇത് അത്യാവശ്യം വലിയ ചുവന്നുള്ളിയാണ് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടി പോയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇഞ്ചി ഒരുപാട് എടുക്കാതിരിക്കാൻ നോക്കുക. കാരണം ഇഞ്ചിക്കൊരു ഒരു ചവർപ്പ് രുചി ഉണ്ടാവും. അതുകൊണ്ട് ഇഞ്ചി കുറച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മീൻ ഫ്രൈ ആക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം മീൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ വിഭവമൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ എടുത്താലും മതി. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പം ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുന്നില്ല. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്നും അത്യാവശ്യം നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഷാലോ ഫ്രൈ ചെയ്തെടുക്കണ്ട. ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മീനൊന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡീപ്പ് ഫ്രൈ ആക്കിയും എടുക്കണ്ട. ഡീപ്പ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ മസാല ഒന്നും ഉള്ളിലേക്ക് പിടിക്കാത്ത പോലെയും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലായിട്ടുള്ള തരത്തിൽ ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ അതൊരു വശമായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊക്കെ ആക്കിയെടുത്താൽ മതി. ഒരുപാട് മൊരിഞ്ഞും പോകണ്ട, എന്നാൽ തീരെ വേവാതെ ആയി പോകണ്ട. ഇപ്പോൾ 2 വശം നന്നായിട്ടൊന്ന് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഞാൻ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സെയിം പാനിൽ തന്നെ സെയിം എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വഴറ്റിയെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, അതൊന്ന് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ചുവന്നുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിയ സവാളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടി വരുന്ന വരെ, ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്ന വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിലേക്ക് മാറ്റം വരുത്തുക. ഇനി ഇതിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഞാൻ ഒരു തക്കാളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ തക്കാളിയാണ്, അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഞാൻ ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിന് പകരമായിട്ട് ഞാൻ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പുളിവെള്ളം. തക്കാളിൻ്റെ പുളിനെക്കാട്ടിലും കൂടുതൽ രുചിയായിട്ട് തോന്നിയിട്ടുള്ളത് പുളി പിഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തക്കാളി ആണെങ്കിൽ തക്കാളി, പുളി പിഴിഞ്ഞതാണെങ്കിൽ അങ്ങനെ ആ ഒരു രുചിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 നുള്ള് പെരുംജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ അത് സ്കിപ്പായിപ്പോയി. 2 നുള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഫിഷിൻ്റെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നന്നാവുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതൊന്ന് കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിയാണ്. ഇത് ഒറ്റയടിക്ക് തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ആവശ്യത്തിനുള്ള പുളി നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പുളിവെള്ളത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് നന്നായിട്ട് കുക്കാക്കി എടുക്കുക. ഇപ്പോൾ ദാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പുളിവെള്ളമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത്ര മതി ഇത്. നമുക്കിനി മസാല മാറ്റി വെക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഞാൻ രുചിച്ച് നോക്കിയപ്പം എനിക്ക് എല്ലാം ഓക്കെയാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ദാ ഞാനൊരു വാഴേൻ്റെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മീൻ എത്ര വലിപ്പമുണ്ടോ ആ ഒരു രീതിയിൽ മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. മീൻ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി എടുക്കാം. ഇനി മീൻ ഫ്രൈ ആക്കിയിട്ടുള്ള ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല കൂടെ മീനിൻ്റെ പുറത്തോട്ട് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന തരത്തിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഇതാ ഞാൻ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് എല്ലാ ഭാഗത്തേക്കും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഒരു കറിവേപ്പിലയും പിന്നെ ഒരു തക്കാളിൻ്റെ ഒരു വട്ടത്തിലരിഞ്ഞ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം. വാഴയില പൊട്ടിപ്പോവും എന്ന് പേടിയുള്ളവരാണെങ്കിൽ ഇന്നെപ്പോലെ പേടിയുള്ളവരാണെങ്കിൽ അടിവശത്ത് ഒരു ഫോയിലും കൂടെ വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വരെ നമുക്ക് വെയിറ്റ് ആക്കാം. ഞാനിത് എന്തായാലും ഒരു 10-15 മിനിറ്റോളം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് തന്നെ മസാല ഒക്കെ പിടിച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ മീനിൻ്റെ വലിപ്പം അനുസരിച്ച് ടൈമിങ്ങിലൊക്കെ ഒന്ന് മാറ്റം വരുത്താം. ഇപ്പോൾ അത് കുറച്ച് സമയമായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മീൻ പൊള്ളിച്ചത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഞാൻ പാനിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ അതാ ഞാൻ ഫോയിലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നല്ല മണമാണ് കേട്ടോ. ഇവിടെ വാഴൻ്റെ ഇലൻ്റെയും മീനിൻ്റെയും ഒക്കെ നല്ലതായിട്ട് മണക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മീനിന് എന്തായാലും കാണുമല്ലോ, മീനുള്ളിൽ പൊതിഞ്ഞ് കിടക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ആക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു.